ഹലോ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹ് ഞാൻ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ യുകെയിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവരങ്ങനെ വലിയ ഡിബേറ്റ് കോമ്പറ്റീഷൻസോ അങ്ങനത്തെ കോമ്പറ്റീഷൻസോ അല്ലെങ്കിൽ ഞാൻ മേ ബി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ ഇല്ല, നമ്മളുടെ ഡിസ്കഷൻസ് കുറവാണ്. പക്ഷെ നമ്മൾ കൊളീഗ്സ് തമ്മിലുള്ള റെലവൻ്റ് ആയിട്ട് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഇടയ്ക്ക് 2025 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂസൊക്കെ കാണുമ്പോഴാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ പ്രശ്നങ്ങളാണ്. അതായത് കൊലപാതകങ്ങൾ, ലഹരി, കിഡ്നാപ്പിംഗ്, സൂയിസൈഡ്, പിന്നെ അബ്സ്കോണ്ടിങ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ. കാരണം ഇതുവരെ ഉണ്ടായിരുന്നൊരു ജനറേഷൻ, ഇപ്പം ജെൻസി, ജെൻ ആൽഫ, ജെൻ ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് പല ജനറേഷൻസും വന്നു. 90s കിഡ്സിനെ 90s വസന്തം എന്നറിയപ്പെടുന്നു. തന്ത വൈബ്, തള്ള വൈബ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രോൾസിലൂടെ ആണെങ്കിലും വീഡിയോസിലൂടെയൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബിലെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്തൊരു കുട്ടി പറയുന്നത്, ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു, കുട്ടി പറയുന്നത് ഞാൻ കേട്ടു. പല കാര്യങ്ങളും ഇപ്പോഴത്തെ 20s കിഡ്, ലൈക്ക് 2000s അല്ല 20K കിഡ്സിനെയാണ്, അവരാണ് കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ ബ്ലെയിം ആ കുട്ടികളിലേക്ക് വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും ഓരോ തവണ അല്ലെങ്കിൽ ഓരോ ജനറേഷൻ മാറുമ്പോഴും നമ്മൾ പറയും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം ഞാനും എൻ്റെ സിസ്റ്ററും 2 ജനറേഷനുള്ള ആൾക്കാരാണ്. അവൾക്ക് പറയുന്ന കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് കണക്ട് ആവണം എന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം അതോടുകൂടെ ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാകുക, അല്ലെങ്കിൽ എനിക്ക് അവളോട് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല. മറിച്ച് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പം ആ കുട്ടി ആ വീഡിയോയിൽ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച, അതായത് ഞാനും എൻ്റെ പേരൻസോ പഠിച്ച അതേ സിലബസ് ആണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വ്യത്യാസങ്ങളും ഇല്ല. അതായത് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, ഫിലിംസിൻ്റെ ഇൻഫ്ലുവൻസ്, എല്ലാം ഇൻഫ്ലുവൻസസ് ആണ്. ലൈക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒന്നും അല്ല, പക്ഷെ നമ്മളൊരു വീഡിയോ ഇട്ടു, ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 10 പേര് വന്നു, അവരുടെ മനസ്സിൽ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇതിനെപ്പറ്റി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പല ബെറ്റിംഗ് ആപ്സുകളെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാർക്കോ പോലുള്ള മൂവീസിനെ വെച്ചിട്ട് അവരുടെ ഡയറക്ടർ വരെ ലൈക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു, ഇനി ഞാൻ അങ്ങനത്തെ ഫിലിംസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒരു ഫിലിമാണോ അല്ലെങ്കിൽ ഒരു മൂവിയാണോ ഒരു ജനറേഷനെ വാർത്തെടുക്കുക അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസായി മാറുക എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ്റെ സമയത്ത് അല്ലെങ്കിൽ എൻ്റെക്കാൾ മുന്നേയുള്ള ജനറേഷനിലെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന സിനിമ വെച്ചിട്ടാണോ അവരുടെ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്? അല്ല. നമ്മൾ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വളർന്നു വന്ന സാഹചര്യമായിരിക്കില്ല ചിലപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്. പലരും പല സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന ആൾക്കാരാണ്. അവരുടെ ഇൻഫ്ലുവൻസസ് തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ന്യൂസസിനെ പറ്റിയിട്ട്. അപ്പോൾ 70 മർഡേഴ്സാണ് കേരളത്തിൽ 2 മാസത്തിൽ നടന്നത്. 2 മാസത്തിൽ 70 കൊല എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കോവിഡിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ഒരാൾ മരിച്ചു, 2 മരിച്ചു, അപ്പം ഭീതിപ്പെടുത്തിക്കൊണ്ട് കോവിഡിനെ നമ്മൾ പറഞ്ഞെങ്കിൽ ഇപ്പം കൊലപാതകങ്ങളാണ് അതനുസരിച്ച് നമ്മൾ ഡെയിലി കൗണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ഓൺലൈൻ ഗെയിംസുകളും ഫിലിംസിനെയും ഒക്കെയാണ് ബാൻ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയാസിനെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം അത് ബാൻ ചെയ്തത് കൊണ്ട് ഇപ്പം നടന്നു വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, ഡ്രഗ്സ് ഒന്നും മാറുന്നില്ല. പലരും പറയുന്നത് പല സിനിമകളിലും ഈ ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് മൂവീസോ ഫിലിംസോ ഒന്നും അല്ല.
നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ചുറ്റുവട്ടം ഇത് അവൈലബിൾ ആണ്, ലൈക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളായി. ഇപ്പൊ ചോക്ലേറ്റും മറ്റേ ബാക്കി ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ തന്നെ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സ്, ബാക്കിയുള്ള സാധനങ്ങൾ, കഞ്ചാവ്, ഇപ്പൊ പറയുന്ന MDMA, അങ്ങനെ പോലെ എല്ലാ ഡ്രഗ്സും ഇപ്പൊ ഈസിലി അവൈലബിൾ ആണ്. പണ്ട് നമ്മൾ പറയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ന്യൂസിലൊക്കെ ഇങ്ങനെ വലിയ ന്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും, വീട്ടിലാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഡിസ്കസ് ചെയ്യും, ഓ അങ്ങനെ ആയിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളിലാണ് ഈ സംഭവം നടക്കുന്നത്. പണ്ട് എവിടെയോ നടന്ന സംഭവങ്ങളെ ഇപ്പം പണ്ട് വലിയ വലിയ പുറത്തേക്കുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ UK, US അങ്ങനത്തെ രാജ്യങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കൊലപാതകങ്ങൾ, വെടിവെപ്പ്, പിന്നെന്താ സിബ്ലിങ്സ് റൈവലറി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്കറിയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കര അതുപോലെ നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ 2K കിഡ്സിനെ പറയുന്നുണ്ടെങ്കിൽ അവരെ പേരൻറ്റ് ചെയ്യുന്നത് ഈ 90s-ലും 80s-ലുമുള്ള ആൾക്കാരാണ്. അപ്പം അതിൽ നമ്മുടെ റോൾ എത്രത്തോളം ഉണ്ട്, അതായത് എനിക്കൊരു കുഞ്ഞുണ്ടാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ അതെന്താ ഈസിലി അവൈലബിൾ ആയിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഐഫോണും ഐപാഡും എന്താ പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ഇലക്ട്രോണിക് അപ്ലയൻസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. റാദർ ദാൻ പണ്ട് ബാലഭൂമിയും ബാലരമ്യയും വനിതയും ഒക്കെ വായിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം അതൊക്കെ മാറി ഐപാഡ് അങ്ങനത്തെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലേക്ക് കാര്യങ്ങൾ മാറി. അതിൻ്റെ അർത്ഥം ഇതെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു കണക്കിന് നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എക്സ്പോസ് ആവുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. എല്ലാവരുടെയും ഒരു ബ്രെയിനിൽ ഒറ്റയടിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മുട്ട കഴിക്കുന്നിടത്ത് 100 മുട്ട ഒരുമിച്ച് കഴിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് അത് ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെയാണ് ബ്രെയിനെ ഫീഡ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു ബാലഭൂമി എന്ന് വായിക്കുമ്പോൾ വളരെ കുറച്ച് നോളജാണ് അതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡൈജസ്റ്റ് പോലത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ചുണ്ടാക്കുന്നതും ഇപ്പോഴത്തെ കുട്ടികൾ ഐപാഡിൽ നിന്നും മറ്റ് ഗാഡ്ജറ്റ്സിൽ നിന്നും ഒക്കെ കണ്ടെടുക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറയാം ഈ 2K കിഡ്സിന് അല്ലെങ്കിൽ ജെൻ സി അല്ലെങ്കിൽ ജെൻ ആൽഫ അല്ലെങ്കിൽ ജെൻ ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കാറ്റഗറൈസ് ചെയ്ത് അവരിലേക്ക് ഓക്കെ ഇവരെന്തോ സ്പെഷ്യൽ ആണെന്നുള്ള ഒരു സാധനങ്ങൾ നമ്മൾ അവരിലേക്ക് എന്താ പറയുന്നത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അതായത് നിങ്ങൾ എന്തോ ഒരു വലിയ സംഭവങ്ങളാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നുള്ളതല്ല. നിങ്ങൾ അതെന്താണ് തെറ്റ്, അല്ലെങ്കിൽ സ്കൂളുകളിൽ, അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളുള്ള വീടുകളിൽ ഇത് പറഞ്ഞു കൊടുക്കുക. എന്താണ് നല്ലത്, എന്താണ് ചീത്ത, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ പലരും പേരൻറ്റിങ്ങിനെ പറയുന്നുണ്ട്. പേരൻറ്റിങ്ങിനെ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മളോട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോ ആയിരുന്നു, നമുക്ക് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വൈ എന്നുള്ള ക്വസ്റ്റ്യനും ക്യൂരിയോസിറ്റീസും ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയോട് അത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മതി. ഇത് എന്തുകൊണ്ടെന്നുള്ളൊരു ആൻസർ ഇല്ല, വൈക്കൊരു ആൻസറേ കൊടുക്കുന്നില്ല ഇപ്പം. അപ്പോൾ വൈ എന്താണെന്ന് അന്വേഷിച്ചു പോവുകയാണ് അവർ, ഒരു ക്യൂരിയോസിറ്റി കൂടുകയാണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് കോളേജുകളിൽ, ക്യാമ്പസുകളിൽ എല്ലാം റാഗിങ് വരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ കാലത്തും റാഗിങ്ങുകളും നമ്മുടെ പഴയ കാലങ്ങളിലും റാഗിങ്ങുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്തുള്ളതിനേക്കാൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ കൂടുതൽ? അതിൻ്റെ കുട്ടികൾക്ക് ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതൊന്നും മനസ്സിൽ താങ്ങാതെ, അത്രയും പോലും മെൻ്റൽ ഹെൽത്ത് സ്റ്റെബിലിറ്റി ഇല്ല കുട്ടികളിൽ ഇപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ആളെ വഴക്ക് പറഞ്ഞു, ഒരാൾ അടിച്ചു എന്ന് പറഞ്ഞ് ഉടനെ പോയി സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പേരൻസിന് പോലും കുഞ്ഞുങ്ങളെ അടിക്കാനോ കുഞ്ഞുങ്ങളെ വഴക്കു പറയാനോ ഒരു ഭയം. അതായത് പണ്ട് നമുക്കായിരുന്നു നമ്മുടെ പേരൻസിനെ, അയ്യോ അപ്പനിപ്പോൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അമ്മ ഇപ്പം ഇത് കരഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പേടി നമുക്കുണ്ടെങ്കിൽ, നമ്മൾ കുട്ടിനെ വഴക്കു പറഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുട്ടി അടുത്ത നിമിഷം എന്താണ് അവൻ മനസ്സിൽ ചെയ്യുക, അവൻ എവിടെ ഇറങ്ങിപ്പോയാൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയം ഇപ്പോൾ പേരൻസിനായി. ആ ഒരു പേടി മാറി, കുഞ്ഞുങ്ങൾ നമ്മളുടെ പേടിയൊക്കെ മാറി. എങ്ങനെയാണ്
ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുക. അതിനുള്ള ക്ലാസ്സസ് നമ്മൾ വീടുകളിൽ നിന്ന് തൊട്ട് പറഞ്ഞു കൊടുക്കുക. സ്കൂളുകളിൽ സിലബസൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും പണ്ട് ഈ ഹിസ്റ്ററിയിൽ ഇങ്ങനായിരുന്നു, പണ്ടത്തെ മതഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയായിരുന്നു, അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യവുമില്ല. അതിനേക്കാൾ ഉപരി പറഞ്ഞത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ കാണുന്ന ഇതിലിങ്ങനെയാണ്, സോ ഇതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് ചീത്തയാണ്, എന്തുകൊണ്ടത് ചീത്തയാണെന്ന് പറയുന്നു. ഡ്രഗ്സുകൾ യൂസ് ചെയ്യരുതെന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്യരുതെന്നും ആ ഡ്രഗ്സ് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റും അത് കഴിഞ്ഞുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക. അതിനുള്ള സപ്പോർട്ട് സിസ്റ്റംസ് സ്കൂളുകളിൽ എന്തായാലും വേണം. കൗൺസിലേഴ്സ്, കുറേ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. MSW എന്ന് പറയുന്ന ഒരു വലിയ കോഴ്സ് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അങ്ങനത്തെ ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാരെ ഇറക്കുക. സ്കൂളുകളിലൊക്കെ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരെ ക്ലാസ്സസ് കൊണ്ടുവരിക. ഇപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ നമ്മുടെ കുട്ടിയെ കൊണ്ട് കാണിക്കുക, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുക എന്ന് പറയുന്നത് ഒരു ടാബുവായിട്ട് കാണുന്നൊരു സൊസൈറ്റിയിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കാണിച്ചാൽ കുഞ്ഞ് നാളെ ഒരു ഭ്രാന്തനോ ഭ്രാന്തിയാണോ എന്ന് ബാക്കിയുള്ളവർ നെയിം ടാഗ് ചെയ്യുമെന്ന് പേടിച്ചിട്ട്. എന്തിന്? ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ UK യിലാണ്. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കുട്ടീനെ ആ കറക്റ്റായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഇവിടുത്തെ പേരൻസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഡെൻ്റൽ ഡോക്ടറാണ്. ഞാനിവിടെ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഗ്രൈൻഡിങ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ പല്ല് തേഞ്ഞു പോകും ഗ്രൈൻഡ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുള്ള പേരൻസിനോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ADHD സിംറ്റം ഉണ്ടോ, അല്ലെങ്കിൽ ഓട്ടിസ്റ്റ് എന്തെങ്കിലും ഒരു ഡയഗ്നോസിസ് ഉള്ള കുട്ടിയാണോ നമ്മൾ ചോദിക്കും. അത് എന്നോട് പറയാൻ, അല്ലെങ്കിൽ അവർ അത്രയും ഫ്ലെക്സിബിൾ, അല്ലെങ്കിൽ അത് പറയാൻ അവർ തയ്യാറാണ്. നമ്മുടെ നാട്ടിൽ അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുട്ടിക്ക് അതൊന്നും ഇല്ലേ, എൻ്റെ കുട്ടിക്ക് അതൊന്നും പ്രശ്നമില്ല, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഉണ്ടെങ്കിൽ അതിനുള്ള ഡയഗ്നോസിസ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് കൊടുക്കാനല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു ചെറിയ ഒരു കുഞ്ഞൊരു അസുഖത്തിനെ പറ്റിയിട്ടാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അതായത് OCD, അതൊക്കെ ഒരു ബേസിക് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്നും ആൾക്കാർ ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോകുന്നത് അത് പേരൻസിൻ്റെ നെഗ്ലിജൻസ് കൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ബൈപ്പോളാർ സിൻഡ്രോം ചില പിള്ളേരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സീരീസ് കണ്ടിരുന്നു. അതിനകത്ത് ഒരു അബ്യൂസിങ്, അതായത് സ്വന്തം കസിനായിട്ടുള്ള ഒരാളിൽ നിന്ന് അബ്യൂസ് ആകപ്പെട്ട കുട്ടികൾ സഫർ ചെയ്തൊരു കാര്യമാണ് അതിനകത്ത് കണ്ടത്. ഞാൻ പറയാണ്, ചില പിള്ളേർ അത് അവരുടെ മൈൻഡിൽ തന്നെ അത് ഡിപ്രസ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമേ അവരുടെ ലൈഫിൽ നടന്നിട്ടില്ല എന്നും അതിനുള്ള കുറ്റക്കാർ അവരാണെന്ന് അങ്ങ് വിചാരിച്ച് ലൈഫ് മുന്നോട്ട് പോകുക. അവർക്ക് ഭാവിയിൽ ഒരു ജീവിതം ഉണ്ടാവില്ല. ഇതെന്തുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? പേരൻസിന് അത് മനസ്സിലാവുന്നില്ല, കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. മൊത്തമായിട്ട് നമ്മൾ കുട്ടികളെ അങ്ങോട്ട് ആക്ഷേപിച്ച് അവരാണ് പ്രശ്നക്കാർ, ഇന്നത്തെ ജനറേഷൻ്റെ പ്രശ്നമാണ് എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. അതെങ്ങനെ വന്നു? ആ കുട്ടിക്ക് ആ പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദി, അല്ലെങ്കിൽ മെയിൻ ഉത്തരവാദികൾ അവരുടെ പേരൻസ് ആണ്. അവരുടെ ലൈഫിലുണ്ടായ സിറ്റുവേഷൻസിൽ നിന്നാണല്ലോ അവർ പറയുന്നത്. ഇപ്പം ഞാൻ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ബേസിക് കാരണം എൻ്റെ അപ്പനോ അമ്മയോ, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസോ, എൻ്റെ ചുറ്റുമുള്ള കസിൻസോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ എന്നെ അതിലേക്ക് നറിഷ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് എന്നെ ആ നല്ല വഴിയിലൂടെ നടത്തി, അല്ലെങ്കിൽ എനിക്കത് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതുപോലെ പറഞ്ഞു തന്നു. അതൊക്കെ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിൽ എൻ്റെ പങ്ക്, ഞാൻ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള എന്ത് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന പേരൻറ്റ് സറൗണ്ടിങ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടാണോ, കുട്ടിക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്തുകൊണ്ട് ഗൈഡൻസ് കൊടുക്കുന്നില്ല. അതുപോലെ എൻജിനീയറോ ഡോക്ടറോ ആക്കാൻ വേണ്ടിയിട്ട് കടന്ന് ഓടുന്ന തത്രപ്പാടിൽ കുഞ്ഞുങ്ങളെ നല്ലൊരു മനുഷ്യനാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു കുട്ടി ഡോക്ടറോ എൻജിനീയറോ കളക്ടറോ ഒന്നുമല്ല ആവേണ്ടത്, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ് ആവേണ്ടത്.
കുഞ്ഞ് ആണോ പെണ്ണോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയോ ആയിക്കോട്ടെ, അതൊന്നും അല്ല അവിടെ വ്യത്യാസം. എത്ര നല്ല മനുഷ്യനായിട്ടാണ്, എത്ര വാല്യൂസ് ഉള്ളൊരു കുട്ടിയായിട്ടാണ് നമ്മൾ ആ കുട്ടീനെ വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വരുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ്. നമ്മൾ പറയായിരുന്നു തൻ്റേടിയാണ്, അഹങ്കാരിയാണ്. അതിപ്പോൾ ശരിയാണ്. തൻ്റേടി എന്ന് വെച്ചാൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തുമ്പോഴാണ് തൻ്റേടി ആവുന്നത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഹം എന്നുള്ളൊരു വിചാരമുള്ള നമ്മൾ അഹങ്കാരികളാവുന്നത്. അതിനൊരു ടാഗ് ലൈൻ ഒന്നും കൊടുത്ത് കുട്ടികളെ, അല്ലെങ്കിൽ ആരെയും ആയിക്കോട്ടെ, കൊണ്ടുപോകേണ്ട കാര്യമില്ല. പിന്നെ ഒരാളുടെ ലൈഫിൽ കയറി ഇടപെട്ട് ആ കുഞ്ഞുങ്ങളെന്നല്ല, ആരുടെ ലൈഫിലും ഇടപെടാൻ നമുക്ക് അനുവാദമില്ല. കമ്പാരിസൺ ആണ്. അവൻ അതിൻ്റെ ജോലിയായി, നിനക്ക് ജോലിയില്ല, നീ ഇങ്ങനെ പഠിക്കാതെ നടന്നു. ഇതൊന്നുമല്ല കുഞ്ഞുങ്ങളുടെ തലയിൽ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക, ഒരാൾക്ക് നല്ലത് ചെയ്യുക, ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു നല്ല ഹ്യൂമൻ ബീങ് എന്നുള്ളത്. ഇപ്പോഴത്തെ ഓരോ കേസുകൾ കാണുക, എനിക്കറിയത്തില്ല, ഡോക്ടേഴ്സും എൻജിനീയേഴ്സും വലിയ വലിയ പഠിത്തമുള്ളവരാണ് ഇപ്പോഴത്തെ പറയുന്ന ഈ പറയുന്ന എല്ലാ ഡ്രഗ്സിൻ്റെയും പോസിറ്റീവും നെഗറ്റീവ്സും അറിയാവുന്നവർ വരെ ഇപ്പോൾ ഈ കേസിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഡെയിലി എല്ലാ ന്യൂസിലും നമ്മൾ പറയും, പത്രങ്ങളിലും ഇത്. എല്ലാവർക്കും എന്താ കാണാൻ ആഗ്രഹം? ഒരാൾ നശിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളെ പറ്റി കുറ്റം പറയുന്നത്, അല്ലാതെ ഒരാളുടെ സന്തോഷം കാണാൻ എത്ര പേരുണ്ട്? നമ്മുടെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മൾ നല്ല സമയത്ത് ഉള്ള എത്ര പേരുണ്ടാവും? നമ്മൾ സങ്കടം പറയുമ്പോൾ ചിലപ്പോൾ കൂടെ ഉണ്ടാവും. കാരണം നമ്മുടെ മോശാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ മോശങ്ങൾ കേൾക്കാൻ മാത്രമേ ആൾക്കാർക്കുള്ളൂ. അതുകൊണ്ടാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ ന്യൂസ് ചാനൽസിലും പത്രങ്ങളിൽ ഉൾപ്പെടെ ഈ കൊലപാതകങ്ങളുടെ ന്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ആക്രമിക്കുന്ന കേസ് വരുന്നത്. എന്തുകൊണ്ടാണ്? അത് കാണാനാണ് ആൾക്കാരുള്ളത്, അത് വായിക്കാനാണ് ആൾക്കാരുള്ളത്. നല്ല വലിയ എന്താ സന്തോഷ വാർത്തകൾ, വലിയ അവാർഡ് കിട്ടിയ വാർത്തകളും ഇതൊക്കെ ഫ്രണ്ട് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും വായിക്കണ്ട. ഒരാൾ കൊന്നു, ഒരു 10 കൊല ഒരാൾ നടത്തി, അവാർഡ് കിട്ടിയതുപോലാണിപ്പം. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാല്ലേ, ഇവിടെ ഒരു ശിക്ഷയില്ല. എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? ഒരു 15 കൊല നടത്തിയാൾക്ക് കൂടിപ്പോയ ഒരു ജീവപര്യന്തം, അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം. അത് ഈ മറ്റേ ഗ്രീഷ്മ കേസിൽ അവള് പറഞ്ഞ എന്താ, എനിക്ക് ഇനി ഇരട്ട ജീവപര്യന്തം, അത് 48ാമത്തെ വയസ്സ് അവള് പുറത്തിറങ്ങും പോലും. എന്ത് ധൈര്യമാണ്? പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാൻ ധൈര്യമാണ്. പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അവരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ. ഏത് കേസിൽ പിടിപെട്ടാൽ അതിനൊരു കറക്റ്റ് ശിക്ഷയില്ല. ഒരു റൂൾ നമ്മുടെ സർക്കാരും, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും, നമ്മുടെ എല്ലാ ഇൻഫ്ലുവൻസസും വെച്ചിട്ട് ആൾക്കാർ പുറത്തിറങ്ങുകയാണ്. ഒരു കാര്യമില്ല. എന്ത് കാര്യം? ഒരാളെ പിടിച്ചു, നാളെ പുറത്തിറങ്ങും അതിനേക്കാൾ ഇരട്ടി സ്ട്രോങ് പവറോടുകൂടെ. ആർക്കാണ് ഇവിടെ പ്രശ്നം? പൈസ ഉണ്ടെങ്കിൽ എല്ലാം നേടാമെന്നുള്ളൊരു അഹങ്കാരം എല്ലാവർക്കും ഉണ്ട്. എത്രയോ പിള്ളേർ, ഞാൻ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സുകളൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. പോലീസിനൊക്കെ അങ്ങോട്ട് അടിക്കുകയാണ്. നമ്മുടെ ഒന്നും കാലത്ത് എനിക്കറിയില്ല, എനിക്കൊക്കെ ഇപ്പോഴും പോലീസിന് എന്തെങ്കിലും ഒരു പ്രശ്നം, അയ്യോ പോലീസ് പിടിച്ചു എന്താന്നുള്ള പേടിയാ. ഇപ്പൊ പോലീസ്, ആരാ പോലീസ്? ഏത് പോലീസ്? ഞാൻ നാളെ ഇറങ്ങി വരും, നീ എന്നെ പിടിക്കേ, നീ എന്നെ കൊണ്ടുപോകും, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. ഈ പറയുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും, അതല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിലാണോ പവർ ഉള്ളത്? ഈ പവറുള്ള ഒരാൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസസ് കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറയണം, കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ നമ്മൾ തന്നെയാണ്, നമ്മൾ ജീവിക്കുന്ന നാട്ടുകാർ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് കാര്യമില്ല, നല്ല മോറൽ വാല്യൂസ് കൊടുത്ത് കുട്ടികളെ വളർത്തുക. ഇവിടൊക്കെ എന്ന് പറഞ്ഞു ഞാൻ യു കെ എന്നൊരു 10 വട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ യു കെക്കാരി ആവുന്നില്ല. ഞാനൊരു നല്ല മലയാളിയാണ്, ഞാൻ ശുദ്ധമായ മലയാളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസ്ഥകൾ കൊണ്ട് പറയാണ്, കമ്പയർ ചെയ്യുന്നതല്ല, കമ്പയർ ചെയ്യപ്പെടേണ്ടതാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു എന്നുള്ളതല്ല. പലരും ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് ഇവിടുത്തെ കുറ്റങ്ങൾ പറയും. ഇവിടുത്തെ കുറ്റങ്ങൾ എല്ലാവർക്കും, എല്ലാ നാട്ടിലും ഇല്ലേ കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും നല്ലതും ഒക്കെ ഉണ്ട്.
ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ അവരാരും സ്റ്റഡീസിനെ പറ്റി വെറീഡല്ല ഇവിടുത്തെ പേരൻസ്. കുട്ടിക്ക് എന്ത് കഴിവാണോ ഉള്ളത്, ഒരു പ്രഷറുമില്ല, ഒരു പിയർ പ്രഷേഴ്സുമില്ല. കുട്ടികൾക്ക് എന്താണോ പഠിക്കാൻ ഇൻട്രസ്റ്റ്, കുട്ടികൾക്ക് പഠിക്കണ്ടേ. 18 വയസ്സ് ജോലിക്ക് പോയി സ്വന്തമായി ഏൺ ചെയ്തുണ്ടാക്കുക. ഇപ്പോഴും 10, 25, 26 വയസ്സുള്ള നമ്മുടെ മക്കളെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാക്കി കിട്ടി അവർ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ചെറിയ പ്രായം മുതലേ. അതുപോലെ എല്ലാത്തിൻ്റെ യൂസും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പറയുക. ഇത് യൂസ് എന്താണെന്ന് അറിയാതെ മിസ്യൂസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മളൊരു സാധനം ഫുഡ് കഴിച്ചു, ഈ ഫുഡ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണവും ദോഷവും പറഞ്ഞു കൊടുത്താലല്ലേ അത് കഴിച്ചിട്ട് കാര്യമുള്ളൂ. അതുപോലാണ് എന്താണെങ്കിലും അത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്, എനിക്ക് ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി ഈ വിഷയത്തിനെ പറ്റി ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വ്യൂസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വിഷയങ്ങളെ പറ്റി സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ബൈ.